ഹലോ, ഇന്നത്തെ ഈ അമ്മാവനും അമ്മായിയൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഫുഡ് അടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. തൃശ്ശൂർക്കാണ് കേട്ടോ പോണേ. പെട്ടെന്ന് എടുത്ത തീരുമാനം. ഞാനും ജോയിക്ക് അച്ഛൻ്റെ അമ്മാവൻ്റെ മടിയിലൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ പോണേ. അപ്പോൾ നമ്മളവിടെ ഒരു ഹോട്ടലിൽ ആദ്യം തന്നെ കഴിക്കാൻ വേണ്ടി കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ടോ. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐറ്റം എത്തിയിട്ടോ. ഇത് ഗ്രീൻ പീസും എഗ്ഗും കൂടിയിട്ട് മിക്സാണ് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്നറിയില്ല. പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. ഇതിനെന്തോ ഗോബി മഞ്ചൂരിയൻ ഡ്രൈ അങ്ങനെ എന്തോ ആണ് പറയുക, എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. അത് കഴിഞ്ഞ് അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പലർക്കും ചപ്പാത്തിയും പൊറോട്ടയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടാ. ഞാനൊരു ചപ്പാത്തിയും പനീർ കറിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ മറ്റേതെല്ലാം കഴിച്ചിട്ട് ഈ ചപ്പാത്തി കഴിക്കാനൊന്നും തീരെ വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം എല്ലാവരും ഓരോന്നൊക്കെ കഴിച്ച് ഫുള്ള് തീർന്നു. ജോ പിന്നെ ചപ്പാത്തിയും പൊറോട്ടൊന്നും കഴിച്ചില്ല കേട്ടോ, അവൾക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ ഐസ്ക്രീം കഴിച്ചിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അത് വാങ്ങി ടേസ്റ്റ് നോക്കിയിട്ടാ. ഇതൊട്ടും വിചാരിക്കാണ്ട് വന്നുകൊണ്ടാണെന്നൊന്നും അറിയില്ല ഗൈസ്, നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നൈറ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് ഭയങ്കര കുറവാണ് കേട്ടോ. പ്രത്യേകിച്ച് അമ്മ. ഞാൻ പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകാറുണ്ട്. ഫാമിലി ആയിട്ട് അത് ഞാനും അമ്മയും അച്ഛനും ജോയും കൂടി പോലും ഭയങ്കര കുറവാണ് കേട്ടോ. പകല് ഞങ്ങൾ പോകാറുണ്ട്, നൈറ്റ് പോലും ഇല്ല. ഇതുപോലെ അമ്മാവന്മാർ വരുമ്പോൾ പോട്ടാ. ഇതാണ് സേതുമാവൻ വരുമ്പോഴും അതുപോലെ വിദ്യമാവനും ഉണ്ട്. ഇവർ രണ്ടുപേരും വരുമ്പോൾ ഞങ്ങൾ എപ്പോഴും പുറത്ത് പോട്ടാ. എപ്പോഴും നൈറ്റൊക്കെ ഞങ്ങൾ നൈറ്റ് കൊണ്ടുപോയി ഇങ്ങനെ എല്ലായിടത്തും പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ തൃശ്ശൂർ തന്നെ ലൂർദ് പള്ളിയിൽ പെരുന്നാളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും കയറിയിട്ടാ. പിന്നെ അതേ അനന്തൂനെ കണ്ടു കേട്ടോ. അവനാണ്ട് കുറച്ചിട്ട് അവനോട് വർത്താനം പറഞ്ഞു നിന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കണിട്ട് അവന് നാണം വരാണ് ഗൈസ്. പിന്നെ കുറച്ചിട്ട് അവനോട് സംസാരിച്ച് അവൻ പോയിട്ടാ. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി ജസ്റ്റ് വെറുതെ ഒന്ന് നടന്ന് കണ്ടു. പള്ളിയുടെ ഉള്ളിലൊക്കെ കയറി ഒന്നിപ്പോൾ പ്രാർത്ഥിച്ചു കേട്ടോ. നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളിത് സേതുമാവൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ നിന്നത്. പിറ്റേ ദിവസം കാലത്ത് തന്നെ ജോക്കി കോഴിക്കോടുക്കും പോകണമായിരുന്നു. അപ്പോൾ അവളുടെ ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ വന്ന് വേഗം കിടന്നുറങ്ങിയിട്ടാ. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബായ്.